നമസ്കാരം, ഞാൻ വിനീഷ് ഷോഡി. ജോലി ചെയ്തോ ബിസിനസ് ചെയ്തോ കിട്ടുന്ന വരുമാനം ഒരാവശ്യത്തിനും തികയുന്നില്ല എങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് സൈഡ് ഇൻകം ഐഡിയാസ് ആണ്. സൈഡ് ജോബ്, സൈഡ് വരുമാനം, സൈഡ് പരിപാടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അത് തന്നെയാണ് 7 സൈഡ് ഇൻകം ഐഡിയാസ്. മാസം ഒരു 10,000 മുതൽ 50,000 രൂപ വരെ എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പരിപാടി. താല്പര്യമുണ്ടോ? എന്നാൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്ത വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ശരിക്കും ഒരു വരുമാനം മതിയോ? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന 15, 20, 25, 30,000 രൂപയൊക്കെ വീട്ടിലെ ചെലവുകൾക്ക് പോലും, ദൈനംദിന ചെലവുകൾക്ക് പോലും തികയുന്നില്ല എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ല. നമ്മൾ വല്ല വൈറ്റ് കോളർ ജോബൊക്കെയാണ്. ഇതിനേക്കാൾ കൂടുതലാണ് നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ചെലവ്. ഈവൻ ഓരോ സാധനങ്ങൾ മേടിക്കുന്നുണ്ട്, പച്ചക്കറി മേടിക്കുന്നുണ്ട്, അരി മേടിക്കുന്നുണ്ട്, മീൻ മേടിക്കുന്നുണ്ട്, മുട്ട മേടിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റം മേടിക്കുന്നുണ്ട്, ഇതിന്റെ വില ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഡേ ബൈ ഡേ സാലറി കൂടുമോ? ഒരിക്കലുമില്ല, അല്ലേ? ഇത് തന്നെയാണ് പ്രശ്നം. കുറെ നാളുകളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനം. അപ്പൊ ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? സൈഡ് ഇൻകം വെക്കുക. കേരളത്തിലെ മിഡിൽ ക്ലാസ്സുകാരും മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. ഒന്ന്, ജീവിത ചെലവ് കൂടുന്നു. മിഡിൽ ക്ലാസ്സുകാർക്ക് മാത്രമല്ല, എല്ലാ ക്ലാസ്സുകാർക്കും ഇത് തന്നെയാണ്. ജീവിത ചെലവ് കൂടുന്നുണ്ട്. പക്ഷെ നല്ല രീതിയിൽ HNI ക്ലയൻസിനെ സംബന്ധിച്ച് ഒരുപാട് ഫണ്ട് അവരുടെ കയ്യിലുണ്ടാവുകൊണ്ട് അവർക്ക് ഇതൊന്നും പ്രശ്നമില്ല. അവർക്ക് ഒരുപാട് ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്ന റവന്യൂ കിട്ടുന്നുണ്ട്. എന്നാൽ ഒന്നുമില്ലാതെ മിഡിൽ ക്ലാസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല. ഈ ജോലി ചെയ്യുന്ന ബിസിനസ്സിന് കിട്ടുന്ന വരുമാനമാണ്. ഇതിനപ്പുറത്ത് വരുമാനം വേണ്ടേ? മെയിനായിട്ട് പെട്രോൾ, ഫുഡ്, റെന്റ്, എഡ്യൂക്കേഷൻ എല്ലാം മേലോട്ട് തന്നെ. സാലറി വർധനവ് കുറവാണ്. കൂട്ടാൻ വേണ്ടിയിട്ട് കമ്പനികൾ രക്ഷപ്പെടുന്നില്ല. കമ്പനികൾ കൂട്ടിക്കൊണ്ടിരിക്കുക, ആൾക്കാരെ തന്നെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ രക്ഷയില്ല. അവർക്ക് അതിനനുസരിച്ച് വരുമാനവും ഇല്ല, അതിനനുസരിച്ച് ബിസിനസ് ഇല്ല. അതാണ് വേറൊരു പ്രശ്നം. അപ്പൊ 5 മുതൽ 8% വരെ മാത്രമേ ഇൻക്രിമെന്റ് നോർമലി ഉള്ളൂ. പക്ഷെ ഇൻഫ്ലേഷൻ 7% പ്ലസ് ആണ്. 5% ഇൻക്രിമെന്റ് വളരെ കുറവാണ്. എത്ര ആൾക്ക് 5% ഇൻക്രിമെന്റ് കിട്ടുന്നുണ്ട്? ഇപ്പൊ 7% പ്ലസ് ഇൻഫ്ലേഷൻ ഉണ്ട്. അപ്പൊ അവിടെ ഒരു പ്രശ്നം. മൂന്നാമത്തെ കാര്യം, ജോബ് സെക്യൂരിറ്റി കുറയുന്നു. നമുക്ക് ഒരിക്കലും അവിടെ തന്നെ നിൽക്കാനുള്ള ഒരു ചാൻസും ഇല്ല. ലേ ഓഫ് തന്നെ, വലിയ വലിയ കമ്പനികൾ തന്നെ ലേ ഓഫ് നടന്നു കൊടുക്കുക. ഓട്ടോമേഷൻ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ AI ഒക്കെ വന്നതിന് ശേഷം ഫുള്ളി ഓട്ടോമേറ്റഡ് ആയി, പരിപാടികളായി. നമുക്കിനി ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ബാക്കപ്പ് വരുമാനം എന്തായാലും ആവശ്യമുള്ള ഒരു ഘടകമാണ്. പിന്നെ ഫൈനാൻഷ്യൽ ഗോൾസ് വലുത്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഐ തിങ്ക് എല്ലാവർക്കും അവരുടെ ജീവിതാഭിലാഷം എന്ന് പറഞ്ഞ വീടാണ്. ജീവിതാഭിലാഷം എന്ന് പറഞ്ഞാൽ 1 കോടി രൂപ ബാങ്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ 10 കോടി രൂപ ബാങ്ക് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് കൊണ്ട് ജീവിക്കുക. ഇതൊന്നും അല്ല ഡ്രീം. അല്ലെങ്കിൽ വലിയൊരു പ്ലാന്റ്, ഇതൊന്നും അല്ല ഡ്രീം. ഡ്രീം എന്ന് പറഞ്ഞ വീടാണ്. ഒരു 2 നില. എന്റെ തൊട്ടടുത്തുള്ള വീട്ടുകാരൻ നല്ല അടിപൊളി വീട്, അതിനേക്കാൾ വലിയ വീടാണ്. വീട് ഇമ്പോർട്ടന്റ് ആണ്. വീട് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല പറഞ്ഞു. എന്നാൽ അതാണ് അവരുടെ മെയിൻ ഗോളായിട്ട് കാണുന്നത്. ഒരു വലിയ പ്രശ്നമാണ്. അതേപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഹയർ ലെവലിൽ ഹൈ ഫീസുള്ള വലിയ വലിയ കോഴ്സുകൾ, ആവശ്യമില്ലാത്ത ഒരുപാട് വലിയ കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് അവസാനം ജോലിയുമില്ല, ഒരു കൂലിയുമില്ല, അവസാനം വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് പോകുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. നാട്ടിലൊക്കെ ഇഷ്ടം പോലെ പിള്ളേർ. ഇതാണ് അവസ്ഥ. ഞാൻ എക്സാമ്പിൾ, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് 3 വർഷത്തെ ഒരു കോഴ്സ് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം. ഈ 3 വർഷത്തെ കോഴ്സ് പഠിക്കുന്നതും ഒരു 3 മാസം പഠിച്ചിട്ട് ഒരു 6 മാസം ഒരു കമ്പനിയിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് നേടുന്നു. അത്രേ ആവശ്യമുള്ളൂ. 3 വർഷം ഒരു കോളേജിൽ പോയിട്ട് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നു. ബേസിക്സ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ, ഒരു പോർഷൻ തന്നെ ഒരു മാസം പഠിക്കുകയാണ്, 2 മാസം പഠിക്കുകയാണ്. ഇങ്ങനെ ബേസിക് ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 3 വർഷം കഴിയുമ്പോൾ, 1 വർഷം 6 മാസം കഴിയുമ്പോൾ കംപ്ലീറ്റ് ഔട്ട്ഡേറ്റഡ് ആവും. പുതിയ സെറ്റപ്പ് വരും. അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആവും. പിന്നെ പുതിയ സെറ്റപ്പ് വരും. അപ്പോൾ നമുക്കൊന്നും അറിയാത്ത അവസ്ഥ വരും. അങ്ങനെയാണ് ഇതിന്റെ പ്രശ്നം. അതുകൊണ്ട് ഇതൊരു 3 മാസമൊക്കെ നല്ല രീതിയിൽ വൃത്തിക്ക്, നല്ല പ്രൊഫഷണൽ ആയിട്ട്, ഫാസ്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിക്കുക. മണിപ്പാലിൽ നിന്നാണ് ഞാനൊക്കെ പഠിച്ചത്. അപ്പോൾ അവിടെ പോയിട്ട് പഠിക്കുക. യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഡിപ്ലോമ കോഴ്സുകൾ, PG ഡിപ്ലോമ കോഴ്സ് കുറച്ച് മാസം കൊണ്ട് പഠിച്ച് തീർക്കുക. തീർത്തതിന് ശേഷം അപ്പം തന്നെ എന്ത് ചെയ്യുക? അവിടെ നിന്ന് റെപ്യൂട്ടഡ് കമ്പനി കയറി എക്സ്പീരിയൻസ് ആയിട്ട് വിടുക. അപ്പൊ ഇതേപോലെ തന്നെ എല്ലാ പരിപാടികളും. അല്ലാതെ ഒരുപാട് കാലം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് അവർക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പൈസയും കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? അവർക്ക് നേട്ടമില്ല, നമുക്കും പ്രത്യേകിച്ച് നേട്ടമില്ല. ഇനി പഠിച്ചിട്ട് പോവാം. അങ്ങനെ ഫണ്ടൊക്കെ ഉള്ളവർക്ക് പഠിച്ചു. ഞാൻ ഇല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. ഇല്ലാത്തവർ ആദ്യം തന്നെ ഒരു ജോലി സംഘടിപ്പിക്കാൻ വേണ്ടി ഫാസ്റ്റ് ആയിട്ട് റവന്യൂ സംഘടിപ്പിക്കുക. അതിനുശേഷം പാർട്ട് ടൈം ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാം. എന്ത് കോഴ്സും ഇന്ന് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ MBBS അല്ലെങ്കിൽ അങ്ങനെയുള്ള കോഴ്സുകളൊന്നും പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. അതൊന്നും പറ്റില്ല. അല്ലാത്ത കോഴ്സുകളൊക്കെ നമുക്ക് ചെയ്യാം. വളരെ ഭയങ്കര ഹൈ ടാലന്റഡ് ഉള്ള വ്യക്തിയാണ് നിങ്ങൾ, പിന്നെ നീറ്റൊക്കെ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യും, JEE ഒക്കെ സ്കോർ ചെയ്യും എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള പരിപാടി പോകാം. സർക്കാരിന്റെ സപ്പോർട്ടും സർക്കാരിനും ഉണ്ടാവും. അതുപോലെ ബാങ്കുകളിൽ ലോൺ കിട്ടും നല്ല സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ. അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് അതൊന്നും ഫീൽഡൊന്നും താല്പര്യമില്ല എന്നുള്ളവർ ചെറിയ എന്തെങ്കിലും കോഴ്സ് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് റവന്യൂ മോഡലിലേക്ക് മാറും. അപ്പൊ ഇത് ഫൈനാൻഷ്യൽ ഗോൾസ് വലുതാണ്, നമ്മളെ സംബന്ധിച്ച് വരുമാനം കുറവാണ്. അതുപോലെ തന്നെ റിട്ടയർമെന്റ് പ്ലാനിങ്. ഈ റിട്ടയർമെന്റ് പ്ലാനിങ് പലരും ചെയ്യാറ് പോലും ഇല്ല. റിട്ടയർ ചെയ്ത് എന്ത് ചെയ്യണം അങ്ങനത്തെ ഒരു പ്ലാൻ പോലും പലരും ചെയ്യാത്ത പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മെയിൻ ആയിട്ട് നമ്മൾ
നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ റവന്യൂവിന്റെ 2x എങ്കിലും നമുക്ക് ഇൻകംസ് നമുക്ക് കിട്ടണം എന്നല്ലേ ഉള്ളൂ. ഇനി സാലറീഡ് പീപ്പിൾസിന് വേണ്ടി മാത്രം, ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു 6 സൈഡ് ഇൻകം ഐഡിയസ് ഞാൻ ആദ്യം പറയാം. ഒന്ന്, ഡെലിവറി. സ്വിഗ്ഗി, സൊമാറ്റോ ഡെലിവറി. ഒരു ദിവസം ഒരു 500 മുതൽ 1200 രൂപ വരെ കിട്ടും. നിങ്ങൾക്ക് സൺഡേ സാറ്റർഡേ ലീവ് ആണെങ്കിൽ സൺഡേ സാറ്റർഡേ ചെയ്യാം. 5 മണിക്ക് വന്നതിന് ശേഷം 5 മണിക്ക് ലോഗിൻ ചെയ്തിട്ട് 5 മണിക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഏത് സമയത്ത് പോവാം. സ്വിഗ്ഗി, സൊമാറ്റോ, ടൗണിലൊക്കെ ഉള്ളവർ ചെയ്യുക. ആരോടും ചോദിക്കേണ്ട, ആരും ഫ്രണ്ട് സർക്കിളോ ഒന്നും കാര്യങ്ങളോ. കുറച്ച് ദിവസം ഇവരെയൊക്കെ മാറ്റിയെടുത്ത് എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അവരൊക്കെ പിന്നെ തനിയെ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ അവരൊക്കെ തനിയെ പിന്നെ ഡെയിലി മീറ്റപ്പും പരിപാടികളൊക്കെ ഉപേക്ഷിച്ചോളും. പിന്നെ നമ്മൾ ഡെയിലി വരുമാന പ്രോസസ്സിലേക്ക് നമ്മൾ എത്തും. ഒരു 500 മുതൽ 1200 വരെ നമുക്ക് ഒരു ദിവസം earn ചെയ്യാൻ പറ്റും. ഫുൾ ടൈം ചെയ്യുന്നുണ്ടെങ്കിൽ, പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു 500 രൂപയ്ക്ക് നമുക്ക് earn ചെയ്യാൻ പറ്റും. ഇപ്പോൾ വൈകുന്നേരം 5 മണി മുതൽ രാത്രി 12 മണി വരെ ഡെലിവറി ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അതുപോലെ തന്നെ 2 റീസെല്ലിംഗ്. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ എന്തോരം ആൾക്കാർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നമ്പറുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ റീസെൽ ചെയ്ത് മാസം 10,000 മുതൽ 40,000 രൂപ വരെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും. ഫ്രീലാൻസിങ്. നിലവിൽ നിങ്ങൾ നല്ലൊരു IT മേഖലയിലുള്ള ആളാണ്, കോഡിങ് അല്ലെങ്കിൽ എഡിറ്റിംഗ് അല്ലെങ്കിൽ റൈറ്റിംഗ് അല്ലെങ്കിൽ ഡിസൈനിങ് ഒക്കെ സ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രീലാൻസിങ് വർക്കുകൾ ചെയ്യാം. 500 മുതൽ 5000 രൂപ വരെ നിങ്ങൾക്ക് പെർ ഡേ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ലോഗോ ഒക്കെ ഡിസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആരാണ് ഒരു 250 രൂപ തരാത്തത്? ഒരു ലോഗോ, ഒരു ബാനർ, ഒരു കടയുടെ ബാനർ ഉണ്ടാക്കി ആരാണ് തരാത്തത്? നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ഷോപ്പിന്റെ ഒരു നല്ല അടിപൊളി ഒരു ഷോപ്പ്, ആ ഷോപ്പിന്റെ ഒരു വീഡിയോ ഒന്ന് ഉണ്ടാക്കിയെടുക്കും. ഒരു വീഡിയോ എടുത്തിട്ട് ഒരു 2-3 മണിക്കൂർ ഇരുന്നിട്ട് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് അവർക്ക് കൊളാബ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാം. അയച്ചു കൊടുത്തിട്ട് നിങ്ങളെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ പറയുമ്പോൾ അടുത്ത ആൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യും. അതിന് താഴെ വാട്ടർമാർക്ക് വെച്ച് കൊടുത്താൽ മതി നിങ്ങളാണ് ചെയ്തത്. അപ്പോൾ പലരും നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ 500 റുപ്പീസ് 500 രൂപ വാങ്ങിച്ചുകൊണ്ടിരുന്നു. വലിയ 2500, 5000, 10,000 രൂപയെന്ന് ചോദിച്ചാൽ 500 രൂപ എന്ന് ചോദിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു നല്ലൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഉണ്ട്, ഭയങ്കര ഫേമസ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ഓന്ത്രപ്രണേഴ്സിന്റെ ഒരു മീറ്റപ്പ് വന്നപ്പോൾ ഒരു സാധാരണ ഒരു ഓന്ത്രപ്രണർ, ഒരു ടൈലറിംഗ് ചെറിയ സെറ്റപ്പിൽ, അപ്പൊ അവർക്കൊന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ അവരോട് ചോദിച്ചു 15,000 രൂപയാണ്. ആ ലേഡി എന്നോട് പറഞ്ഞത് ഇവനൊരു 5,000 ചോദിച്ചാൽ പോലും ഞാൻ കൊടുക്കുമായിരുന്നു. പക്ഷെ 15,000 എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വലിയ എമൗണ്ട് ആയിട്ട്, അവർക്ക് ആകെ അത്ര വരുമാനം കിട്ടുന്നുള്ളൂ. അപ്പോൾ സ്കോപ്പ് ഉണ്ട് നിങ്ങൾക്ക് അവിടെ മറ്റൊരാൾക്ക് സ്കോപ്പ് ഉണ്ട്. എല്ലാ നാട്ടിലും അങ്ങനെ സ്കോപ്പ് ഉണ്ട്. എല്ലാവരും വലിയൊരു ഫിഗർ വാങ്ങിക്കുമ്പോൾ അവിടെ ഒരു വീഡിയോക്ക് ഒരു 500, ഒരു 3 മണിക്കൂർ എനിക്ക് പണിയുള്ളൂ. സിമ്പിൾ ആയിട്ട് ഒരു 500 രൂപ ഉണ്ടാക്കുക, ഒരു 1000 രൂപ ഉണ്ടാക്കുക ചെയ്യാം. ആദ്യം ചെയ്തു തുടങ്ങുക. ചെയ്ത് 1000 രൂപയാക്കുക, പതിയെ ഒരു 1200 ആക്കുക. ഞാനൊരു 30 വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ഒരു 1500 ആക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ 100 വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ 100 കസ്റ്റമർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഞാൻ പിന്നെ 1750 ആക്കും. അങ്ങനെ പതിയെ സ്ലൈറ്റ്ലി എമൗണ്ട് കൂട്ടി വന്നാൽ മതി. ഡെയിലി വരുമാനമായില്ലേ? ഇതൊക്കെ നല്ലൊരു മോഡലാണ്. ചെറിയ എമൗണ്ട് ഉണ്ടാകുമ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടും. നമ്മൾ ജോലി ചെയ്തിട്ടാണ് വരുമാനം കിട്ടുന്നത്. അത് നല്ലൊരു മോഡലാണ്. പിന്നെയുള്ളത് ഫാമിംഗ്. ഫാമിംഗ് എന്ന് പറഞ്ഞാൽ മഷ്റൂം നമുക്ക് ചെയ്യാൻ പറ്റും, ചീര ചെയ്യാൻ പറ്റും, വെജ് ചെയ്യാൻ പറ്റും, പിന്നെ മൈക്രോ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചെറിയ ഇലക്കറികൾ അങ്ങനത്തെ പരിപാടികളുണ്ട്. ഹൈഡ്രോപോണിക്സ് അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കൃഷി വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ നല്ലൊരു മാർഗമാണ്. ഒരു 10,000 മുതൽ 30,000 രൂപ അതിലൂടെ നമുക്ക് ഒപ്പിക്കാൻ പറ്റും. ട്യൂഷൻ, നല്ല വിദ്യാഭ്യാസം കാര്യമുള്ളവർ ഗൂഗിൾ മീറ്റ്, സൂം വഴി ട്യൂഷൻ എടുക്കാം. വീട്ടിൽ നിന്ന് ട്യൂഷൻ എടുക്കാൻ പറ്റും. എന്തിനധികം സ്കൂളിന്റെ അടുത്തൊക്കെ ആലിൻമരം ഉണ്ടാവും, ആലിൻചോടുകളൊക്കെ ഉണ്ടാവും സ്ഥലങ്ങൾ, നല്ല ക്ലബ്ബുകൾ, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ സൈഡിൽ നല്ല മരത്തിന്റെ ഒക്കെ അടിയിൽ കൊണ്ട് 3-4 പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന എത്രയോ ഓപ്ഷൻസ് ഉണ്ട്. എന്തും ചെയ്യാൻ പറ്റും. അടുത്ത അവസാനത്തെ ഒരു കാര്യം, കോണ്ടന്റ് ക്രിയേഷൻ. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബിലൊക്കെ കോണ്ടന്റ് ഇടുക. ഇതൊക്കെ ഈ കോണ്ടന്റ് ക്രിയേഷനൊക്കെ ഞാനൊരു 5 വർഷം 6-7 വർഷം മുമ്പേ തട്ടിയതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ 6 വർഷം മുമ്പ് പറയുമ്പോൾ മണ്ടൻ പൊട്ടൻ പല പണിയെടുത്ത് ജീവിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. എത്രയോ ആൾക്കാർ ഇതൊക്കെ പറയുമ്പോൾ പണിയെടുത്ത് ജീവിക്കുന്നു. ഇന്ന് എല്ലാവരും ഈ പറഞ്ഞ ആൾക്കാർ, സകലമാന ആൾക്കാർ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും അതും ഇതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇന്ന് ഈ ഫീൽഡ് അവിടുന്ന് ഔട്ടായി. നമ്മൾ ഈ ഫീൽഡൊക്കെ നിർത്തിയിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള മറ്റൊരു മേഖല, കൃഷി ഫാമിംഗ് മേഖലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ നമ്മളൊരു സമയത്ത് അതിന് നല്ലൊരു ടൈമുണ്ട്. ആ ടൈമിൽ നമ്മൾ മാക്സിമം അതിനകത്ത് കയറുക, കറക്റ്റ് സമയത്ത് എൻട്രി ചെയ്യുക. എന്നിട്ട് അവിടുന്ന് പിൽക്കാലത്ത് പതിയെ എക്സിറ്റ് ചെയ്യുക. പതിയെ കയറിയിട്ട് എക്സിറ്റ് ചെയ്യുക. പുതിയ മേഖലയിലേക്ക് നമ്മൾ ജമ്പ് ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പൊ റവന്യൂ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള റവന്യൂ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തതാണ് ഏത് സൈഡ് വർക്ക് ഉണ്ടാക്കിയെടുക്കുക, ഏത് സൈഡ് ഇൻകം നമ്മൾ ചൂസ് ചെയ്യണം. ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ടൈം ഇൻവെസ്റ്റ്മെന്റ് വാസ് ഇൻകം പൊട്ടൻഷ്യൽ. മെയിൻ ആയിട്ട് ലോക്കൽ ഡെലിവറി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറൊക്കെ ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല, ഒരു 500 മുതൽ 1200 കിട്ടും. സ്കില്ലൊന്നും ആവശ്യമില്ല. റീസെല്ലിംഗ് ആണെങ്കിൽ 2 മുതൽ 3 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യാം. ഒരു 2000 മുതൽ 10,000 രൂപ ഡെയിലി കിട്ടും. ഒരു ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു 10,000 മുതൽ 40,000 രൂപ നമുക്ക് വരും. 2000 മുതൽ 10,000 വരെ നമുക്ക് ചെലവ് വരും. ഇൻകം ഉണ്ടാക്കാനുള്ള ചെലവ്, അതായത് ഇൻവെസ്റ്റ്മെന്റ്. നമുക്കൊരു 10,000 മുതൽ 40,000 ഉണ്ടാക്കാൻ പറ്റും. വലിയ സ്കിൽ ആവശ്യമില്ല, ഒരു ലോ സ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്രീലാൻസിംഗ് ആണെങ്കിൽ സ്കിൽ ആവശ്യമാണ്, ഹൈ സ്കിൽ ആവശ്യമാണ്. 2 മുതൽ 4 മണിക്കൂർ പണിയെടുക്കണം. പിന്നെ നോർമലി ഇതൊന്നും വേണ്ട, ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ട. നമുക്ക് ഒരു 500 മുതൽ 5000 വരെ ഉണ്ടാക്കാൻ പറ്റും. നല്ല സ്കിൽ വേണം. ഫാമിംഗ് ആണ് 1 മുതൽ 2 മണിക്കൂർ നമ്മൾ പണിയെടുക്കേണ്ടിയിരിക്കുന്നു. കൃഷി ആവശ്യമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ വെള്ളം അടിക്കുക, വെള്ളം നനയ്ക്കുക, വളമിടുക,
അങ്ങനത്തെ പരിപാടി 1-2 മണിക്കൂർ ചെയ്യേണ്ടി വരും. ഹോം ഫാമിംഗ് 5,000 മുതൽ 15,000 രൂപ വരെ നമുക്ക് ചെലവ് വരും. 10,000 മുതൽ 30,000 രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഒരു മീഡിയം സ്കില്ല് നമുക്ക് ആവശ്യമാണ്. ഇതിനകത്ത് എഡ്യൂക്കേഷനൊക്കെ ആവശ്യമാണ്. പ്രൊഫഷണലി കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം, ഒക്കെ ചെയ്യണം. അടുത്താണ് ഓൺലൈൻ ട്യൂഷൻ. ഹൈ സ്കില്ല് ആവശ്യമാണ്. 2 മണിക്കൂറൊക്കെ ഡെയിലി സ്പെൻഡ് ചെയ്യുക. ഒരു 300 മുതൽ 1,000 രൂപയൊക്കെ പെർ അവറിന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. കോണ്ടന്റ് ക്രിയേഷൻ വേരിയബിൾ ആണ് ഇൻകം. എത്ര വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും, അൺലിമിറ്റഡ്. 2 മുതൽ 3 മണിക്കൂർ പണിയെടുക്കുക. ഒരു 5,000 മുതൽ 20,000 വേണം. ഒരു ചെറിയ സ്മാർട്ട് ഫോണും അതിന് വേണ്ട ഒരു ചെറിയ ട്രൈപോഡും ഒരു മൈക്കും ഉണ്ടായി കഴിഞ്ഞാൽ ബെറ്റർ ആണ്. വേറെ ഒന്നും ആവശ്യമില്ല. ഒരു മൈക്കും മതി, ഒരു സ്മാർട്ട് ഫോണും മാത്രമേ ആവശ്യമുള്ളൂ. ഐഫോൺ കിട്ടിയ പൊളി. ഐഫോൺ ലോൺ എടുക്കുക, ഒരു നല്ലൊരു മൈക്കും മേടിക്കുക, കണക്ട് ചെയ്യുക, ഒരു ചെറിയ ട്രൈപോഡ് എടുക്കുക വീഡിയോ. ട്രൈപോഡിന്റെ ആവശ്യം പോലും ഇന്നില്ല. എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ആപ്പിളുണ്ട്. വേറെ ഒന്നും ആവശ്യമില്ല. ഇത് സ്കില്ലുണ്ട്. കാരണം വീഡിയോ എഡിറ്റിംഗ് നന്നായിട്ട് പഠിക്കണം. ഫോട്ടോഗ്രാഫി, മൊബൈൽ ഫോട്ടോഗ്രാഫി, സാധാ ഫോട്ടോഗ്രാഫി അല്ല, മൊബൈൽ ഫോട്ടോഗ്രാഫി പ്രൊഫഷണലി എവിടെയെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ട് പഠിക്കണം. മൊബൈൽ വീഡിയോ എഡിറ്റിംഗ്, മൊബൈൽ ഫോണിലെ വീഡിയോ എഡിറ്റിംഗ്, ഈ 2 പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിൽ ഒരുപാടുണ്ട്. എന്നിട്ട് സ്കില്ല് ഉണ്ടാക്കണം, സ്റ്റാർട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. യഥാർത്ഥ സൈഡ് ഇൻകം സ്ട്രാറ്റജി. ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. എല്ലാം കൂടിയിട്ട് ഞാനിപ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വാരിക്കൂട്ടി എടുക്കരുത്. സ്കില്ല് പ്ലസ് ടൈം മാച്ച്, നിങ്ങളുടെ സമയം മാച്ച് ചെയ്യുന്നതിന് അനുസരിച്ചിട്ട് ഒന്ന് എടുക്കുക. 2, 5,000 രൂപ ലക്ഷ്യം വെക്കുക. അല്ലാതെ വലിയ ഒരു 10,000 ഞങ്ങൾക്ക് 1 ലക്ഷം 2 ലക്ഷം ഒക്കെ വേണമെന്നില്ല. ആ ഒരു 5,000 ലക്ഷ്യം വെക്കുക. 3, റീഇൻവെസ്റ്റ് ചെയ്യുക, സ്കെയിലപ്പ് ചെയ്തിട്ട് കൊണ്ടുവരാം മേളിലേക്ക്. 4, സ്കാംസ് ഒഴിവാക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക, കൊളാബ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പണി നമുക്ക് കിട്ടും. അതുകൊണ്ട് കൊളാബുകൾ പരമാവധി വരും. ഇപ്പൊ ഞാനൊക്കെ കൊളാബ് ചെയ്തിട്ട് തന്നെ 2-3 വർഷമായി. ഒരു കമ്പനിയുമായിട്ട് ഒരു ഡീലും ഇല്ല. എല്ലാം സ്വന്തം. നമ്മളിപ്പോൾ ഒരു കോണ്ടന്റ് പ്രിപ്പയർ നമ്മൾ തന്നെ പഠിച്ച് നമ്മൾ തന്നെ കണ്ടെത്തി നമ്മൾ ചെയ്യുകയാണ്. അല്ലാതെ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് കമ്പനിയുടെ പർപ്പസ് ഉള്ളി കമ്പനിയോട് കാശ് വാങ്ങിച്ചിട്ട് ചെയ്യുന്ന പ്രോസസ് നമ്മൾ ചെയ്യാറില്ല. അപ്പൊ കൊളാബ് ചെയ്യുമ്പോൾ എപ്പോഴും റിസ്ക് ആണ്. അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണം. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ വരുന്ന സാഹചര്യമാണ്. അത് ഫൈനാൻസ് കണ്ടന്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ ഈ ഓൺലൈൻ വരുമാനത്തിനെ കുറിച്ചിട്ട് ഒരുപാട് മുമ്പ് കോണ്ടന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നു. ഒരുപാട് ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ മാസം 5,000, 10,000, 30,000, 20,000 രൂപയൊക്കെ വരുമാനം നേടുന്ന ആൾക്കാരുണ്ടായിരുന്നു ഒരു സമയത്ത്. ഇപ്പോഴവർ ചെയ്യുന്നുണ്ടോ മീൻസ് എനിക്ക് അങ്ങനെ കമ്മ്യൂണിക്കേഷൻസ് ഇല്ല. ഇപ്പൊ നമ്മൾ ആ ടൈപ്പ് കോണ്ടന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നില്ല. കുറെ നാൾ മുമ്പ് ഒരുപാട് കമ്പനികളുണ്ട് ഓൺലൈനിലൂടെ ജോബ് ചെയ്യുന്ന കമ്പനികൾ. ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്ത് 150 രൂപ വരെ കിട്ടുന്ന കമ്പനികൾ ഇവിടെ ഉണ്ടായിരുന്നു. അത്രയും റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോഡൽ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. പേ ഒക്കെ വന്ന പിന്നെ ഇതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള പണി കിട്ടി, ശരിയാണ്. പക്ഷെ ഫിസിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. അതിനൊക്കെ ഇപ്പോഴും സ്കോപ്പ് ഉണ്ട് എന്നതാണ് ഈ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. യഥാർത്ഥ വരുമാന കണക്കുകളെ കുറിച്ചിട്ട് നോക്കുന്ന സമയത്ത് നല്ല റവന്യൂ മോഡൽ, ആവറേജ് ഇൻകം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. സോ മന്ത്ലി ഇതിന് ചെറിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 1 മണിക്കൂർ മുതൽ 4 മണിക്കൂർ കൺസിസ്റ്റന്റ് ആയി നിങ്ങൾ എപ്പോഴും പണിയെടുക്കുക. സ്കില്ല് എപ്പോഴും നേടിക്കൊണ്ടിരിക്കുക. പുതിയ ട്രെയിനിങ് നിങ്ങൾ എപ്പോഴും അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, സാലറി എന്നത് ഫിക്സഡ് ആണ്. വരുമാനം ഒരിക്കലും ഫിക്സഡ് ആക്കേണ്ട ആവശ്യകത നിങ്ങൾക്കില്ല. ഒരു സൈഡ് ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ, സൈഡ് ഇൻകം ഉണ്ടാക്കി കഴിഞ്ഞാൽ, അപ്പോൾ പാർട്ട് ടൈം ജോലി, പസീവ് ഇൻകം എപ്പോഴും ഉണ്ടാക്കിയെടുക്കുക. സാലറീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കാൻ നിൽക്കരുത്. വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഒഴിവ് സമയങ്ങളിലാണെങ്കിൽ വരുമാനമാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് പസീവ് ഇൻകം സ്ട്രീമുകളെ കുറിച്ചുള്ള വീഡിയോകൾ വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഏർപ്പെടുത്താൻ മറ്റൊരു ഉപയോഗിച്ച് വീഡിയോ നാളെ കാണാം. ഇറ്റ്സ് മീ ഷോഡി സൈനിങ് ഓഫ്. ബൈ.